എന്താടി ഉണ്ടായത്? പതുക്കെ പാറു, പതുക്കെ സൂക്ഷിച്ച്. നിന്നെ ഇത്രയധികം വേദനിപ്പിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്റെയും കൈലാഷിന്റെയും മധ്യത്തിൽ വന്ന് നിന്നാന് നിനക്ക് ചെറിയൊരു ശിക്ഷ നൽകണം. കൈലാഷും അങ്കിള് നിന്നെ കണ്ട മുഖം തിരിച്ച് നടന്നു പോണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഞാൻ നിനക്ക് നൽകിയതിനേക്കാൾ വലിയ ശിക്ഷയാണ് നീ എനിക്ക് നൽകിയത്. ഇപ്പോഴും ആ കാഴ്ച തന്നെ എന്റെ കണ്ണില്. അച്ഛൻ എപ്പോഴും ആലോചനയാണല്ലോ. എന്താ ആലോചിക്കുന്നെ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്താ മനസ്സിലാവത്തെ? മനസ്സിലാവണമെങ്കിൽ നീ വളർന്ന് വലിയ ആളാവണം. എനിക്ക് വളരണ്ട. വളരണ്ടേ? അതെന്താ? വളർന്ന ഞാനും പാറുവിനെ പോലെ ജോലിക്ക് പോകേണ്ടി വരില്ലേ? എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല. ഇത് കണ്ടോ, എന്താ പ്രശ്നമുണ്ട്? എന്താ പ്രശ്നമുണ്ട്? നമ്മുടെ പാറുവിന് എന്താ പ്രശ്നമുണ്ട്? എന്താ നോക്കി. ഞാനിത് മേശപ്പുറത്ത് വെച്ചതാ. കാറ്റത്ത് വിളക്കി പോയി വീണു, പകുതി കത്തിപ്പോയി. ഇതെന്തോ അപശകനുവാ. നമ്മുടെ മോൾക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. ഒരു ഫോട്ടോ കത്തിപ്പോയത് ഇങ്ങനെ പേടിച്ചാലോ ദേവകി? അവക്ക് എന്ത് ആപത്ത് വരാനാ? ഒരു ഫോട്ടോ കത്തിപ്പോയനാണോ അമ്മ ഇങ്ങനെ കരയുന്നേ? എന്റെ ഫോട്ടോ കത്തിയപ്പോ വീട്ടിൽ ആരും കരഞ്ഞില്ലല്ലോ. തൂത്തുകളയാ ചെയ്തത്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കിപ്പൊ കഷ്ടകാലമാ. കാലത്ത് തന്നെ ഫോട്ടോ വിളക്കി വീണ് കത്തിപ്പോവാണെന്ന് പറഞ്ഞ അത് അപശകനം തന്നെയാ. നിങ്ങൾ അവളെ ഒന്ന് വിളിച്ചേ. പെട്ടെന്ന് വിളിക്കാം. നീ സമാധാനപ്പെട്. ഹലോ അച്ഛാ. മോളെ പാറു, മോൾക്കവിടെ സുഖം തന്നെയാണല്ലോ അല്ലേ? സുഖം അച്ഛാ. ഞങ്ങളോട് സംസാരിക്കാം. മോളെ പാറു, മോളെ നിനക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? അമ്മ എന്താ കാലത്ത് തന്നെ ഫോൺ ചെയ്ത് വയ്യായികയുണ്ടോന്ന് ചോദിക്കുന്നേ? പറ മോളെ. ഒന്നുമില്ലമ്മേ. മോളുടെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നേ? സത്യം പറ, മോൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അതോ ഒന്നുമില്ലെന്ന് നീ കള്ളത്തരം പറയുന്നതാണോ? അല്ലമ്മേ, എനിക്ക് അസുഖമൊന്നുമില്ല. ചെറിയൊരു ജലദോഷമുണ്ട്, അതാ ശബ്ദം അങ്ങനെ ഇരിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ അവക്ക് എന്തോ വയ്യായികയുണ്ടെന്ന്. ചെറിയ ജലദോഷം ഉണ്ട് അത്രേ. ഇത് ചെറിയ ജലദോഷം ഒന്നും ആയിരിക്കില്ല. കാര്യമായിട്ട് എന്തോ അസുഖം അവൾക്കുണ്ട്. അവള് പറയാത്തതാ. മോളെ. അമ്മ എന്തിനെങ്ങനെ വെപ്രാളം കാണിക്കുന്നേ? പിന്നെ വെപ്രാളം ഉണ്ടാവില്ലേ? നിന്റെ ഫോട്ടോ വിളക്കിൽ വീണ് കത്തുന്നത് കണ്ട അമ്മക്ക് വെപ്രാളം ഉണ്ടാവില്ലേ? അതെന്തോ ശകുനപ്പിഴയായിട്ടാ എനിക്ക് തോന്നുന്നേ. സത്യം പറ മോളെ, മോൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അല്ലെങ്കിൽ മോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ പറയില്ലല്ലോ. ഞാൻ എത്ര ചോദിച്ചാലും നീ സത്യം പറയില്ലല്ലോ. നിന്നെ നേരിട്ട് കണ്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ഞാൻ അങ്ങോട്ട് വരുവാ. എനിക്ക് നിന്നെ കാണണം. അമ്മേ, ഷർട്ട് മുണ്ടും മാറുന്നെങ്കിൽ പെട്ടെന്ന് മാറിക്കോ. എനിക്ക് ഇത് തന്നെ മതി. ഇവളെ കൊണ്ട് അവിടെ പോയാ പാറുവിന്റെ കഷ്ടപ്പാടുകൾ നേരിട്ട് കാണും. ഇവക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ ഇപ്പൊ ചെയ്യുക? അമ്മ ഇവിടെ വന്നാ എന്റെ ജോലി എന്താന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. കയ്യോടെ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. മോളെ
കിട്ടുന്ന വണ്ടിക്ക് കയറി ഞങ്ങൾ അങ്ങോട്ട് വരുവാ. നിന്നെ നേരിട്ട് കാണുന്നത് വരെ അമ്മയുടെ മനസ്സിൽ തീയായിരിക്കും. ചെറിയൊരു ജലദോഷം പിടിച്ചതിനാണോ അമ്മ എന്നെ കാണാൻ വരുന്നത്? ഇത്രയും ദൂരം യാത്ര ചെയ്താ അമ്മയ്ക്ക് അസുഖം വരില്ലേ? അമ്മയെ നോക്കാൻ ഞാൻ ജോലിയും കളഞ്ഞു വരേണ്ടി വരും. എനിക്കൊരു പ്രശ്നവും ഇല്ല. അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. അമ്മ അച്ഛൻ്റെ ഫോൺ കൊടുക്ക്. ദാ. ദാ. മോളെ, അച്ഛാ, അമ്മ ഇവിടെ വരാൻ പാടില്ല. അമ്മ ഇവിടെ വന്ന് എന്നെ കണ്ട എന്റെ ജോലി എന്താന്നറിഞ്ഞ. ശരി മോളെ. എന്തുകൊണ്ടായിരിക്കും എന്റെ ഫോട്ടോ കത്തിപ്പോയത്? അമ്മ പറഞ്ഞ പോലെ അത് അപശകനം തന്നെയാണോ? എനിക്കെന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നതിന്റെ സൂചനയായിരിക്കും അത്? അവിടെ ചെല്ലണ്ടെന്നല്ലേ അവള് പറഞ്ഞത്. അമ്മയുടെ മനസ്സ് പിടയുന്നത് അവക്കറിയില്ലല്ലോ. നിങ്ങൾ വന്നേ, ഇപ്പൊ തന്നെ പുറപ്പെട്ടാലേ പറ്റൂ. അവക്കെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അമ്മ പെട്ടെന്ന് വാന്നില്ലേ അവള് പറയൂ. നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അവിടെ അടുത്തേക്കല്ല പോകേണ്ടത്, ക്ഷേത്രത്തിലേക്കാ. ക്ഷേത്രത്തിൽ പോയി അവക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനും വരാം. ഞാനും വരാം. ആ, എന്റെ പൊന്നു ദൈവമേ, കുഞ്ഞിനൊന്നും വരല്ലേ.